വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പേപ്പറിലെ 6th യൂണിറ്റായ മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് ആണ്. അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഘടകങ്ങളാണ് പങ്ക്ച്വേഷൻസും ഡോക്യുമെൻറ്റേഷനും. അക്കാദമിക് റൈറ്റിങ്ങിൽ പങ്ക്ച്വേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ തന്നെ റീഡേഴ്സിന് ലഭിക്കാൻ പങ്ക്ച്വേഷൻസ് വളരെ കൃത്യമായി ഉപയോഗിക്കണം. ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് പങ്ക്ച്വേഷൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ അക്കാദമിക് റൈറ്റിങ്ങിലുള്ള വ്യത്യസ്ത ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലുകളുമാണ്. നെക്സ്റ്റ്, മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് എന്ന ടോപ്പിക്ക് നോക്കാം. അക്കാദമിക് റൈറ്റിംഗ് പൂർണ്ണമാകണമെങ്കിൽ മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് നിലനിർത്തണം. ഇറ്റ് മീൻസ് പങ്ക്ച്വേഷൻ, വ്യത്യസ്ത അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ സ്റ്റൈലിസ്റ്റിക് മോഡലുകൾ എന്നിവ പാലിക്കണം. അതുപോലെ ഫോർമൽ ആയിരിക്കണം, കൂടാതെ ഒബ്ജക്റ്റിവിറ്റിയും പാലിക്കണം. നെക്സ്റ്റ്, പങ്ക്ച്വേഷൻ എന്താണെന്ന് നോക്കാം. എഴുത്തിലൂടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ റീഡേഴ്സിന് ശരിയായി മനസ്സിലാകണമെങ്കിൽ പങ്ക്ച്വേഷൻസ് കൃത്യമായി ഉപയോഗിക്കണം. പങ്ക്ച്വേഷൻസ് എഴുത്തിന് കൃത്യത നൽകും. കൂടാതെ ആർഗ്യുമെൻറ്റ്സ് ശക്തമാക്കാനും അത് സഹായിക്കുന്നു. മാത്രമല്ല, എന്താണോ ആ ആർട്ടിക്കിളിലൂടെ അല്ലെങ്കിൽ പേപ്പറിലൂടെ നാം പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിന് എംഫസിസ് കൊടുക്കാനും കറക്റ്റ് പങ്ക്ച്വേഷന് സാധിക്കും. ഇനി പ്രധാനപ്പെട്ട പങ്ക്ച്വേഷൻ മാർക്കുകൾ ഏതെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോമ. നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പങ്ക്ച്വേഷൻ മാർക്കാണ് കോമ. ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. യൂസ് കോമ ആഫ്റ്റർ സർട്ടൻ ഇൻട്രൊഡക്ടറി വേർഡ്സ് ഓർ ഫ്രൈസ്. തുടക്കത്തിൽ ആമുഖമായി പറയുന്ന ഒരു വേർഡോ ഫ്രൈസോ കഴിഞ്ഞ് കോമ ഉപയോഗിക്കും. മൂന്നോ അതിലധികമോ വേർഡ്സിനെയോ വേർഡ് ഗ്രൂപ്പിനെയോ സെപ്പറേറ്റ് ചെയ്യിക്കാനും ഒരു സെൻറ്റൻസിലെ നൗൺസ്, അഡ്ജക്റ്റീവ്, വെർബ്സ്, അഡ്വേർബ്സ് എന്നിവ ലിസ്റ്റ് ചെയ്യാനും സെൻറ്റൻസിൽ അത്യാവശ്യമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും കോമ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, സെമികോളൻ. സെമികോളൻ എവിടെയെല്ലാമാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയ ആൻഡ്, ബട്ട്, ഓർ, നോർ, ഫോർ എന്നിവയില്ലാതെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ സെമികോളൻ ഉപയോഗിക്കുന്നു. അതുപോലെ ഹവോവർ, കോൺസിക്വൻ്റ്ലി, ദെർഫോർ, മോറോവർ എന്നിവ ഉപയോഗിക്കുമ്പോൾ അതിനു മുമ്പ് സെമികോളനും ശേഷം കോമയും വരും. അടുപ്പിച്ചു വരുന്ന കാര്യങ്ങൾ പറയാനും സെമികോളൻ ഉപയോഗിക്കും. നെക്സ്റ്റ്, കോളൻ. കോളൻ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കൂട്ടം വസ്തുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കാനും എക്സ്പ്ലനേഷൻസ് നൽകാനും കോളൻ ഉപയോഗിക്കുന്നു. അതുപോലെ ഒരു കൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ ആരംഭിക്കാനോ കോളൻ ഉപയോഗിക്കുന്നു. കൂടാതെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ വേർതിരിക്കാനും കോളൻ ഉപയോഗിക്കുന്നു. ഇത്തരം ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളിലെ ഫസ്റ്റ് ക്ലോസ് രണ്ടാമത്തെ ക്ലോസിൻ്റെ ഇൻട്രൊഡക്ഷനോ എക്സ്പ്ലനേഷനോ ആവും. നെക്സ്റ്റ്, ഡബിൾ കൊട്ടേഷൻ മാർക്ക് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ അതുപോലെ പറയാൻ ഡബിൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ ഒരു കൊട്ടേഷനകത്ത് മറ്റൊരു കൊട്ടേഷൻ കാണിക്കാനും അവ ഉപയോഗിക്കുന്നു. കൂടാതെ എസ്സേസ്, ജേർണൽസ്, മാഗസിൻ ആർട്ടിക്കിൾ, പോയംസ്, ഷോർട്ട് സ്റ്റോറീസ് എന്നിവയുടെ ടൈറ്റിൽ കാണിക്കാനും ഡബിൾ കൊട്ടേഷൻസ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, സിംഗിൾ കൊട്ടേഷൻ മാർക്ക്. ഒരു പ്രത്യേക വേർഡോ ടേമോ ഒക്കെ എംഫസൈസ് ചെയ്യാനും ഒരു കൊട്ടേഷനകത്ത് മറ്റൊരു കൊട്ടേഷൻ കാണിക്കുന്ന അവസരത്തിലും സിംഗിൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, അപ്പോസ്ട്രോഫി. ഒരു വ്യക്തിയുടെ പൊസഷൻ അതുപോലെ ചുരുക്കെഴുത്തിനും അപ്പോസ്ട്രോഫി ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, കനോട്ട് എന്നത് കാണ്ട് എന്നെഴുതാറുണ്ട്. അതുപോലെ ദാറ്റ് ബോയ്സ് പെൻ, ആ കുട്ടിയുടെ പേന എന്നീ അവസരത്തിലും അപ്പോസ്ട്രോഫി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, പാരന്തീസിസ് ആൻഡ് ബ്രാക്കറ്റ്സ്. ഒരു സെൻറ്റൻസിൻ്റെ മുൻപുള്ളതോ ശേഷമുള്ളതോ ആയ ഇൻഫോർമേഷൻസ് കാണിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. അതുപോലെ അബ്രിവിയേഷൻ്റെ ഫുൾ ഫോം കാണിക്കാനും ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ വേർഡ്സിൻ്റെ ട്രാൻസ്ലേഷൻ, ക്ലാസിഫിക്കേഷൻ എന്നിവ കാണിക്കാനും ഇവ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, ഡാഷ്. എം ഡാഷ് എന്നും ഇവ അറിയപ്പെടുന്നു. ഇതിന് എൻ ഡാഷ് എന്നറിയപ്പെടുന്ന ഹൈഫനിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട്. ഹൈഫനേക്കാളും 3 ഇരട്ടി വലുതാണ് ഡാഷ്. കോമ, കോളൻ, പാരന്തീസിസ് എന്നിവയ്ക്ക് പകരമായി ഡാഷ് ഉപയോഗിക്കുന്നു. ഡാഷിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സ്പേസ് കൊടുക്കണം. നെക്സ്റ്റ്, ഹൈഫൻ. കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ടാക്കാൻ ഹൈഫൺ ഉപയോഗിക്കുന്നു. സഫിക്സിന് മുമ്പോ പ്രിഫിക്സിന് ശേഷമോ ഹൈഫൺ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, പീരീഡ് എന്താണെന്ന് നോക്കാം. ഫുൾ സ്റ്റോപ്പ് എന്നാണ് പീരീഡിനെ സാധാരണയായി നാം വിളിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം പീരീഡ് ഉപയോഗിക്കുന്നു. അബ്രിവിയേഷനിലും ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ മാർക്കിലും എക്സ്ക്ലമേഷൻ മാർക്കിലും അവസാനിക്കാത്ത എല്ലാ സെൻറ്റൻസിൻ്റെ അവസാനവും ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കണം. വിട്ടുപോയവ കാണിക്കാൻ 3 പീരീഡുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നു. ബ്രാക്കറ്റിൽ അവസാനിക്കാത്ത സെൻറ്റൻസിൽ ഫുൾ സ്റ്റോപ്പ് ബ്രാക്കറ്റിന് പുറത്തും ബ്രാക്കറ്റിനകത്ത് അവസാനിക്കുന്ന സെൻറ്റൻസിൽ ഫുൾ സ്റ്റോപ്പ് ബ്രാക്കറ്റിനകത്തും ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ബുക്കിൻ്റെ ടൈറ്റിൽ, ഒരു എസ്സേയുടെയോ ആർട്ടിക്കിളിൻ്റെയോ ഒരു ബുക്കിലെ ചാപ്റ്ററിൻ്റെയോ
ജേണലിൻ്റെയോ ഒക്കെ പേര് എന്നിവ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആകണം. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് തുടങ്ങുന്ന സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഉപയോഗിക്കണം. പ്രോപ്പർ നൗണ്, ഡേയ്സ് ആൻഡ് മന്ത്സ്, ബ്രാൻഡ് നെയിംസ്, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നിക് നെയിം, റിലീജിയൻ, നാഷണാലിറ്റീസ്, റേസസ് എന്നിവ എഴുതുമ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. നെക്സ്റ്റ് അക്കാദമിക് സ്റ്റൈൽ എന്ന ടോപ്പിക്ക് നോക്കാം. എസ്സേസ്, പ്രൊജക്ട്സ്, ജേണൽ ആർട്ടിക്കിൾസ്, ഡെസേർട്ടേഷൻസ്, തീസിസ് എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന വിവിധ തരം രീതികളെയാണ് അക്കാദമിക് സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്, മാഗസിൻസ്, മറ്റ് നോൺ അക്കാദമിക് റൈറ്റിംഗ്സ് എന്നിവയിൽ നിന്നും വ്യത്യസ്തമായ രീതിയാണ് അക്കാദമിക് റൈറ്റിംഗിൽ കാണുക. ഇറ്റ് മീൻസ് ഒരു അക്കാദമിക് പേപ്പർ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള അക്കാദമിക് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ടി വരും. മാത്രമല്ല നാം ഉപയോഗിക്കുന്ന കൊട്ടേഷൻസും മറ്റും ഒരു പ്രത്യേക രീതിയിൽ കാണിക്കുകയും വേണം. ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽസ് ഓരോ ഡിസിപ്ലിൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ലിബറൽ ആർട്ടുകളും ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളും സോഷ്യൽ സയൻസ്, മറ്റു സയൻസ് ഡിസിപ്ലിനുകൾ APL സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത്. ചിക്കാഗോ സ്റ്റൈൽ, ഓക്സ്ഫോർഡ് സ്റ്റൈൽ, കേംബ്രിഡ്ജ് സ്റ്റൈൽ എന്നിങ്ങനെ മറ്റു സ്റ്റൈലുകളുമുണ്ട്. ഒരു പ്രത്യേക ജേണലിന് വേണ്ടിയാണ് നാം എഴുതുന്നതെങ്കിൽ ആ ജേണലിൻ്റെ മാതൃക അനുസരിച്ചായിരിക്കണം വിവരങ്ങൾ നൽകേണ്ടത്. അക്കാദമിക് റൈറ്റിംഗിൽ സാധാരണയായി 2 തരം ഡോക്യുമെൻറ്റേഷൻ രീതികളാണ് ഉപയോഗിക്കുന്നത്. പാരന്തറ്റിക്കൽ ഡോക്യുമെൻറ്റേഷനും വർക്ക് സൈറ്റഡും. പാരന്തറ്റിക്കൽ ഡോക്യുമെൻറ്റേഷനെ ഇൻടെക്സ്റ്റ് ഡോക്യുമെൻറ്റേഷൻ എന്നും വിളിക്കുന്നു. വർക്ക് സൈറ്റഡിനെ ബിബ്ലിയോഗ്രഫി, റെഫറൻസ് എന്നും വിളിക്കുന്നു. ഒരു അക്കാദമിക് പേപ്പർ എഴുതുമ്പോൾ പല കൊട്ടേഷനും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള കൊട്ടേഷനുകൾ കഴിഞ്ഞ് ബ്രാക്കറ്റുകളിട്ട് ബ്രാക്കറ്റിനുള്ളിൽ വിവരങ്ങളുടെ ഉറവിടം ഏതെന്ന് വെളിപ്പെടുത്തുന്നു. സാധാരണയായി ഇൻടെക്സ്റ്റ് ഡോക്യുമെൻറ്റേഷനിൽ റൈറ്ററുടെ പേരും ബുക്കിൻ്റെ പേരും പേജ് നമ്പറും നൽകുന്നു. നെക്സ്റ്റ് MLA സ്റ്റൈൽ എന്താണെന്ന് നോക്കാം. മോഡേൺ ലാംഗ്വേജ് സ്റ്റൈൽ എന്നാണ് MLA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമേരിക്കയിലെ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷനാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. MLA സ്റ്റൈൽ റൈറ്റേഴ്സിനെയും റിസർച്ചേഴ്സിനെയും അക്കാദമിക് റൈറ്റിംഗിൽ സഹായിക്കുന്നു. ഇത് എങ്ങനെ ഹെഡിങ്ങും ടൈറ്റിലും എഴുതണം, അബ്സ്ട്രാക്റ്റ് എഴുതണം, ഇൻട്രൊഡക്ഷൻ എഴുതണം, ടെക്സ്റ്റ്, ഫോമാറ്റ്, മാർജിൻസ്, സ്പേസ്, ഫോണ്ട്, പേജ് നമ്പേഴ്സ് നൽകൽ, ടേബിൾ ആൻഡ് ഇല്ലുസ്ട്രേഷൻ ഉൾപ്പെടുത്തുന്നത്, പങ്ക്ച്വേഷൻസ്, ഇൻടെക്സ്റ്റ്, പാരന്തറ്റിക്കൽ സൈറ്റേഷൻ, ബിബ്ലിയോഗ്രഫി, ഫുട് നോട്ട്സ്, എൻഡ് നോട്ട്സ് എന്നിവയെ സംബന്ധിച്ചെല്ലാം ഒരു അക്കാദമിക് റൈറ്റർക്ക് ഗൈഡൻസ് നൽകുന്നു. നെക്സ്റ്റ് APA സ്റ്റൈൽ എന്താണെന്ന് നോക്കാം. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എന്നാണ് APA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സയൻറ്റിഫിക് റൈറ്റിംഗിലാണ് APA സ്റ്റൈൽ കൂടുതലും ഉപയോഗിക്കുന്നത്. അതുപോലെ ലിറ്ററേച്ചർ റിവ്യൂ, കേസ് സ്റ്റഡി, എംപിരിക്കൽ സ്റ്റഡീസ്, തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ ആർട്ടിക്കിൾ എന്നിങ്ങനെയുള്ള അക്കാദമിക് റൈറ്റിങ്ങിനും APA സ്റ്റൈൽ ഉപയോഗിക്കുന്നു. APA സ്റ്റൈലിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് ടൈറ്റിൽ പേജ്, അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, റിസൾട്ട്സ്, ഡിസ്കഷൻസ്, റെഫറൻസസ്, അപ്പൻഡിക്സസ് എന്നിവ. APA സ്റ്റൈൽ ഉപയോഗിക്കുമ്പോൾ മുഴുവൻ പേപ്പറും ഡബിൾ സ്പേസിലായിരിക്കണം. എഴുതാൻ ടൈംസ് ന്യൂ റോമൻ ഫോണ്ടും ടേബിളുകൾക്ക് ഏരിയൽ ഫോണ്ടുമാണ് ഉപയോഗിക്കേണ്ടത്. MLA സ്റ്റൈലിൽ ഇൻടെക്സ്റ്റ് സൈറ്റേഷനിൽ റൈറ്ററുടെ പേരും പേജ് നമ്പറും കൊടുക്കുന്നു. പക്ഷേ APA സ്റ്റൈലിൽ റൈറ്ററുടെ പേരും ബുക്കിൻ്റെ പബ്ലിക്കേഷൻ ഇയറുമാണ് നൽകുന്നത്. നെക്സ്റ്റ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി എന്ന ടോപ്പിക്ക് നോക്കാം. അക്കാദമിക് കമ്മ്യൂണിറ്റിയിലുള്ള ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, റിസർച്ചേഴ്സ് തുടങ്ങിയ എല്ലാവരും പാലിക്കേണ്ട ഒരു മോറൽ കോഡാണ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി. പഠനത്തിലും എഴുത്തിലും എങ്ങനെ സത്യസന്ധത കീപ്പ് ചെയ്യാമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ കണ്ടൻറ്റ് കോപ്പി ചെയ്യുകയോ അവരുടെ വാക്കുകളോ കണ്ടെത്തലോ സ്വന്തം പേരിൽ നൽകുകയോ ചെയ്യാതിരിക്കുക. ഇത്തരം കോപ്പിയിങ്ങിനെ പ്ലേജറിസം എന്ന് വിളിക്കുന്നു. പ്ലേജറിസം വളരെ വലിയ തെറ്റാണ്. പ്ലേജറിസം 2 തരത്തിലുണ്ട്: അറിയാതെ സംഭവിക്കുന്നതും മനഃപൂർവ്വം ചെയ്യുന്നതും. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്ക് നോക്കാം. പ്രൂഫ് റീഡിംഗ്. ഒരു പേപ്പർ എഴുതിയതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഡ്രാഫ്റ്റ് വീണ്ടും വീണ്ടും വായിക്കുന്നതിനെ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നു. പ്രൂഫ് റീഡിങ്ങിൽ ഗ്രാമർ, വൊക്കാബുലറി, സ്പെല്ലിംഗ്, സെൻറ്റൻസ് സ്ട്രക്ചർ, ടെക്സ്റ്റ് ഫോമാറ്റ് എന്നിവയെല്ലാം നന്നായി പരിശോധിക്കുകയും ആവശ്യമായ തിരുത്തലോ കൂട്ടിച്ചേർക്കലോ നടത്തുകയും ചെയ്യുന്നു. ഇത്രയുമാണ് മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് എന്ന ഈ ചാപ്റ്ററിലുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.